വീട്ടിൽ ഓരോ ബർത്ത്ഡേസ് വരുമ്പോഴും കേക്കിൽ എന്ത് വെറൈറ്റീസ് കൊണ്ടുവരാം എന്നുള്ളതാണ് എന്റെ പ്രധാന ചിന്ത. പക്ഷേ ഇത് മോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് പൊതുവെ നട്ട് അലർജീസും ഫുഡ് അലർജീസും ഒക്കെ കോമൺ ആയതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ശ്രദ്ധിച്ചായിരുന്നു ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നട്ട്സ് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. പിന്നെ എഗ്സ് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഒന്നാണ് ഈ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക്. എഗ്ലെസ് കേക്ക് അധികം ഉണ്ടാക്കി പരിചയമില്ലാത്ത എനിക്ക് ഇതൊരു ടെൻഷൻ തന്നെയായിരുന്നു. ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെ ഇരിക്കും, എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ സാധാ ഉണ്ടാക്കാറുള്ളത് പോലെ ഇത് ടേസ്റ്റി ആയിരിക്കോ സ്പോഞ്ചി ആയിരിക്കോ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേക്ക് ആയിരുന്നു സ്റ്റാർ ഓഫ് ദി ഷോ. എന്റെ കൂടുതൽ ഫോക്കസ് മെയിൻ കേക്കിലായിരുന്നത് കൊണ്ട് തന്നെ ഈ കേക്ക് ഞാൻ അധികം ഡെക്കറേറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. പക്ഷെ ടേസ്റ്റ് വൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കേക്ക് ആയിരുന്നു. ചിലർക്കൊക്കെ ഇതിന്റെ പീസസ് ഞാൻ പാക്ക് ചെയ്തും കൊടുത്തു. ഈ കേക്കിന്റെ റെസിപ്പി എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക്.